നമുക്ക് ഈ പാഠത്തിൽ ഫിഅ്ലു മുദാരി മൻസൂബാകുന്ന മറ്റൊരു രൂപമാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത്. ടെക്സ്റ്റ് ബുക്ക് മുന്നിലുണ്ടാകും. നിങ്ങൾ പേജ് നമ്പർ 13ാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. പേജ് നമ്പർ 136 എടുക്കുക. 136 എടുത്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ 136 നാലാമത്തെ തംരീൻ തഅമ്മൽ അദവാത്ത് നഫി അൽ അതിയ. പിന്നെ താഴെ തന്നിരിക്കുന്ന നഫീന്റെ അദവാത്തുകളാണ്, ടൂൾസുകൾ. അപ്പോൾ ഇതിൽ ഫിഅ്ലു മുദാരി ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ അർത്ഥത്തിൽ വരുന്ന വ്യത്യാസവും നമ്മൾ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാണ്ട്. അതിൽ അലിഫ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ദഹബ്തു ഇല സൂഖി അംസി. ദഹബ്തു ഞാൻ പോയി, ഇല സൂഖി അങ്ങാടിയിലേക്ക്, അംസി ഇന്നലെ. അപ്പോ ദഹബ്തു എന്നുള്ളത് എന്താണ്? ഫിഅ്ൽ മാദിയാണ്. പിന്നെ തുഫായിലാണ്. അതേപോലെ തന്നെ പിന്നെ ഫിഅ്ൽ മാദി അതെപ്പോഴും എന്തായിരിക്കും? മബ്നി ആയിരിക്കും. ഓക്കെ. ഈ മബ്നി ആയതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യില്ല, മാറൂല. നിങ്ങൾ തൊട്ടപ്പുറത്ത് നോക്കിയാൽ മതി. മാ ദഹബ്തു ഇല സൂഖി അംസി. ഞാൻ നഫിയാണ്. അപ്പോൾ ദഹബ്തു ഞാൻ പോയി, ഇല സൂഖി അംസി ഇന്നലെ പിന്നെ എന്ത് ചെയ്തു, ഞാൻ അങ്ങാടിയിലേക്ക് സൂക്കിലേക്ക് പോയി എന്നുള്ളതാണ് ഉള്ളത്. അവിടെ പിന്നെ നഫീന്റെ അവിടേക്ക് വരുമ്പോൾ മാ ദഹബ്തു ഇല സൂഖി അംസി. മാ ദഹബ്തു ഞാൻ പോയിട്ടില്ല, ഇല സൂഖി അങ്ങാടിയിലേക്ക്, അംസി ഇന്നലെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അങ്ങാടിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. അതിൽ ബാ നോക്കാം. അദ്ഹബു ഇല സൂഖി കുല്ല യൗമിൻ. അദ്ഹബു ഞാൻ പോകുന്നു, ഇല സൂഖി അങ്ങാടിയിലേക്ക്, കുല്ല യൗമിൻ എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങാടിയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ നഫിയിലേക്ക് വരുമ്പോൾ ലാ അദ്ഹബു ഞാൻ എന്തില്ല, പോകാറില്ല, ഫിസ്സൂക്കി അങ്ങാടിയിലേക്ക്, കുല്ല യൗമിൻ എല്ലാ ദിവസവും ഞാൻ എന്തില്ല, അങ്ങാടിയിലേക്ക് പോകാറേ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതും ഇവിടെയും ഇല്ല എന്നുള്ളത് നഫി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ അടുത്ത് പോയിട്ടില്ല അല്ലെങ്കിൽ അടുത്ത് പോകുന്നില്ല എന്നുള്ളതിനാണ് മാ എന്ന് ഉപയോഗിക്കുക. അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു സംഗതി ചെയ്യുന്നില്ല എന്നുള്ളതിനാണ് എന്ത് ചെയ്യുക, ലാ എന്ന് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ ലാ അദ്ഹബു ഞാൻ പോകാറില്ല, ഇല സൂഖി അങ്ങാടിയിലേക്ക്, കുല്ല യൗമിൻ എല്ലാ ദിവസവും എന്നുള്ളതാണ്. ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന, നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള സംഗതികളാണ്. ഇനി ജീമിലേക്ക് വരുമ്പോൾ സഅദ്ഹബു ഇല സൂഖി ഗദൻ എന്നുള്ളതാണ്. സഅദ്ഹബു അതായത് ഭാവിയെ സൂചിപ്പിക്കാൻ പ്രത്യേക പദം അറബി ഭാഷയിലില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭാവിയെ സൂചിപ്പിക്കാൻ പ്രത്യേകം പിന്നെ ഒരു പദം അറബി ഭാഷയിൽ ഇല്ല എന്നുള്ളതാണ്. അവിടെയാണ് പിന്നെ ചില ഓക്കെ, ഇവിടെ മുതലൊന്നും കൂടി പറയാം. പിന്നെ മ എന്നുള്ളതും ല എന്നുള്ളതും പറഞ്ഞത് കേട്ടില്ലേ? അവിടെ കട്ടായില്ലല്ലോ? ഇല്ല, അത് കേട്ടു. ഓക്കെ. പിന്നെ സഅദ്ഹബു ഇല സൂഖി ഗദൻ എന്നുള്ളതാണ്. സഅദ്ഹബു, സ എന്നുള്ളത് ഭാവിയെ കുറിച്ചിട്ട് പിന്നെ പറയുന്നതിന് പ്രത്യേകം ഒരു പദം പിന്നെ അല്ലെങ്കിൽ ഒരു വേർഡ് എന്തില്ല, അറബി ഭാഷയിലില്ല. എന്നാൽ സ എന്നുള്ള ആ ഒരു അക്ഷരം അത് മുന്നിൽ കൊണ്ടുവരുന്നതോടുകൂടി ഒരു ഫിഅലിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതോടു കൂടിയിട്ടാണ് ഭാവിയെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ സ എന്നുള്ളത് പിന്നെ സഅദ്ഹബു ഞാൻ പോകും എന്നുള്ള ആ ഒരു രീതിയിലാണ്. സഅദ്ഹബു, സഅക്തുബു ഞാൻ എഴുതും, സഅദ്റുസു ഞാൻ പഠിക്കും, സഅജ്ലിസു ഞാൻ ഇരിക്കും എന്നുള്ള ആ രീതിയിലാണ് ഭാവിയെ സൂചിപ്പിക്കുന്നതിന് ഫിഅലിന്റെ കൂടെ സ എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. സഅദ്ഹബു ഇല സൂഖി ഗദൻ ഞാൻ നാളെ അങ്ങാടിയിലേക്ക് പോകും എന്നുള്ളതാണ്.
ഇനി ഇതിന്റെ ഫിഅലു മുദാരിഇലേക്ക് നഫി ചെയ്യുന്ന രൂപമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ലൻ അദ്ഹബ ഇല സൂഖി ഗദൻ എന്നുള്ളതാണ്. ലൻ അദ്ഹബ, ലൻ എന്നുള്ളത് ഒരു ഫിഅലു മുദാരിഇന്റെ ഒരു പിന്നെ അദവാത്താണ്. ഇവിടെ ലൻ ആക്കുൽ അല്ലെങ്കിൽ ലൻ അദ്ഹബ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ നോട്ട് ഗോ എന്നുള്ളതാണ്. ഐ വിൽ നോട്ട് ഗോ എന്നുള്ളതാണ് ഇവിടെ അർത്ഥം, ലൻ അദ്ഹബ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവിടെ പിന്നെ മനസ്സിലാക്കേണ്ടത് ഭാവിയിൽ ഒരു കാര്യം ചെയ്യുകയില്ല എന്നുള്ളതാണ് ലൻ എന്നുള്ള ഒരു പദം വന്നു കഴിഞ്ഞാൽ അവിടെ അർത്ഥമാക്കുന്നത്. അതാണ് നമ്മൾ ഒന്നാമതായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ലൻ അദ്ഹബ, ഐ വിൽ നോട്ട് ഗോ. ലൻ ആകുല, ഐ വിൽ നോട്ട് ഈറ്റ്. അങ്ങനെ ആണ് എന്ത് ചെയ്യുന്നത്. ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു കാര്യം ചെയ്യുകയില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശം. ഇതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ലൻ എന്നുള്ളത് അതൊരു ഫിഅലു മുദാരിഇന്റെ മുമ്പായിരിക്കും വരിക. ലൻ എന്നുള്ള ആ പദം ഒരു ഫിഅലു മുദാരിഇന്റെ മുമ്പായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് വരുന്നത്. ലൻ അദ്ഹബ, ലൻ അജ്ലിസ, ലൻ അക്തുബ, ലൻ ആകുല എന്നുള്ള ആ രീതിയിലായിരിക്കും അത് വരിക. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു കാര്യം ചെയ്യുകയില്ല എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് ലൻ എന്നുള്ളത്. രണ്ടാമത്തേത് അത് ലൻ എന്നുള്ളത് ഒരു ഫിഅലു മുദാരിഇന്റെ മുമ്പായിരിക്കും വരിക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൻ എന്നത് ഫിഅലു മുദാരിഇന്റെ മുമ്പിൽ വന്നാൽ ആ ഫിഅലു മുദാരി എന്തായിരിക്കും, മൻസൂബായിരിക്കും. ലൻ എന്നുള്ളത് ഒരു ഫിഅലു മുദാരിഇന്റെ മുമ്പിൽ വന്നാൽ ആ ഫിഅലു മുദാരി എന്തായിരിക്കും, മൻസൂബ് ആയിരിക്കും. അല്ലെ? ഇപ്പൊ നമ്മൾ ഇവിടെ നിങ്ങൾ നോക്കി ആ രണ്ടാമത്തെ ഭാഗത്ത് മാ ദഹബ്തു, മാ അദ്ഹബു എന്നുള്ളതാണ്. ഇവിടെ ലൻ എന്ന് വരുമ്പോൾ ലൻ അദ്ഹബ എന്നുള്ളതാണ്. അവിടെ മാറ്റം വന്നു എന്നുള്ളതാണ്. അപ്പോൾ ലൻ വരുന്നതോടുകൂടി ഫിഅൽ മുദാരിഇന്റെ മുന്നിൽ വരുന്നതോടു കൂടിയിട്ട് അതെന്തായിരിക്കും, മൻസൂബ് ആയിരിക്കും. ഈ കാര്യങ്ങളാണ് പിന്നെ പ്രധാനമായും ഈ ലന്നുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അത് ഒന്നെന്തായിരിക്കും, ഭാവിയിൽ ഒരു കാര്യത്തെ പിന്നെ ഒരു കാര്യം ചെയ്യൂല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ലൻ അദ്ഹബ ഇല സൂഖി ഗദൻ, ഞാൻ നാളെന്തിയില്ല അങ്ങാടിയിലേക്ക് പോകുകയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ പോകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ലൻ അദ്ഹബ ഇല സൂഖി ഗദൻ എന്നുള്ളത്. രണ്ടാമത്തത് പിന്നെ അതൊരു ഫിഅലു മുദാരിഇന്റെ മുമ്പായിരിക്കും വരിക. മൂന്നാമത്തത് ആ ഫിഅലു മുദാരി എന്തായിരിക്കും, മൻസൂബായിരിക്കും എന്നുള്ളതാണ്. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠത്തിൽ ഉണ്ട്. ജസ്റ്റ് ഒരു പാരഗ്രാഫ് നമുക്ക് വായിച്ചിട്ട് പിന്നെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. പിന്നെ നമുക്ക് ഇനി എഴുത്തും കാര്യങ്ങളുള്ളതുകൊണ്ട് അത് എത്രമാത്രം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളത് അല്ലാഹു അഅലം. ഇവിടെ അമ്രും അയ്യൂബും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അദ്ദർസു താസി ആശർ. ഇവിടെ അമ്രുൻ എന്നുള്ളതാണ്. ഇവിടെ അമ്ര എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മുന്നേ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉമർ എന്ന് എഴുതുമ്പോഴും അമ്ര എന്ന് എഴുതുമ്പോഴും ഹർക്കത്ത് വന്നിട്ടില്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കേണ്ടത് അമ്രിന് എപ്പോഴും അവസാനത്തിൽ ഒരു വാവ് ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ അത് ഉമറാണ് വായിക്കുക. അവസാനത്തിൽ ഇനി അവിടെ ഹർക്കത്തുകളൊന്നുമില്ല, വെറും ഐനി മീമ റ എഴുതി അവസാനം വാവ് എഴുതിയാൽ അത് അമ്ര എന്നാണ്. വാവ് ഇല്ലാതെയാണ് എഴുതണമെങ്കിൽ ഉമർ എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ചും കൂടി താഴത്തേക്ക് പോന്നു കഴിഞ്ഞാൽ ആ പേര് എഴുതിയെടുത്തൊന്നും ഹർക്കത്ത് കാണൂല. പക്ഷെ അവിടെ വാവ് ഉണ്ട്, അമ്ര എന്നാണ് ഇത് വായിക്കുക. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അമ്ര പറയാണ്, അർജു അൻ തശ്തരിയ ലി ഹാദൽ കിതാബ് മിനൽ ഹിന്ദി عندما تذهب إلى هناك في عطلة الصيف إنه باللغة الأردية وما وجدته في المكتبات هنا. അർജു ഞാൻ പിന്നെ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഐ വിൽ റിക്വസ്റ്റ് എന്നുള്ള രീതിയിലാണ്. അൻതശ്തരിയ, അൻതശ്തരിയ എന്നുള്ളതാണ്. അവിടെ അന്ന് വന്നതുകൊണ്ടാണ് തശ്തരിയ എന്നുള്ളത്. പിന്നെ അൻതശ്തരിയ വാങ്ങാൻ വേണ്ടി, ലീ എനിക്ക്, ഹാദൽ കിതാബ് ഈ ബുക്ക്, ഈ ബുക്ക് എനിക്ക് വാങ്ങാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുന്നു. മിനൽ ഹിന്ദി ഇന്ത്യയിൽ നിന്ന്. ഇൻദമ, ഇൻദമ എന്ന് പറയുന്നത് ലർഫാണ്.
ഇൻദമാ തദ്ഹബു നീ പോകുമ്പോൾ എന്നുള്ളതാണ്. ഇൻദമാ തദ്ഹബു നീ പോകുന്ന സമയത്ത്, ഇല ഹുനാക്ക അവിടേക്ക്, നീ ഫി ഉത്ലത്തി സൈഫി ഈ വേനലവധിയിൽ നീ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഈ പുസ്തകം വാങ്ങാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നഹു ബില്ലുഗത്തിൽ ഉറുദിയ, ഇന്നഹു തീർച്ചയായും, അത് ഇന്ന തീർച്ചയായും, ഹു എന്നുള്ളത് ആ ഹാ മടങ്ങുന്നത് മേലത്തെ കിതാബിലേക്കാണ്. ഇന്നഹു തീർച്ചയായും ആ പുസ്തകം ബില്ലുഗത്തിൽ ഉറുദിയ അത് ഉറുദു ഭാഷയിലുള്ള പുസ്തകമാണ്. വമാ വജത്തുഹു ഫിൽ മക്തബാത്തി ഹുന, വമാ വജത്തുഹു ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടില്ല. പിന്നെ വജത എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ വമാ വജത്തു ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടെത്തിയില്ല, ഹു അത് ആ പുസ്തകം, അതായത് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. വമാ വജത്തുഹു ഫിൽ മക്തബാത്തി ഹുന ഇവിടുത്തെ ലൈബ്രറികളിൽ, അല്ലെങ്കിൽ മക്തബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ഷോപ്പിനൊക്കെ ഇപ്പോ കാണലുണ്ട്, മക്തബാത്ത് എന്നൊക്കെ പേര് കാണലുണ്ട്. ബുക്ക് ഷോപ്പ് എന്നുള്ള അർത്ഥത്തിലും വരും, അല്ലെങ്കിൽ ലൈബ്രറി എന്നുള്ള അർത്ഥത്തിലും വരും. വമാ വജത്തുഹു ഫിൽ മക്തബാത്തി ഹുന പിന്നെ ലൈബ്രറിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ബുക്ക് ഷോപ്പിൽ ഞാനത് ഇവിടെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത് സൗദി അറേബ്യയാണ്, ഉറുദു ബുക്ക് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അയ്യൂബ് മറുപടി പറയാണ്, അന ആസിഫൻ ഐ വിൽ സോറി എന്നുള്ളതാണ് അർത്ഥം. ആസിഫ് എന്ന് പറഞ്ഞാൽ സോറി എന്നുള്ള ആ ഒരു രീതിയിലാണ് അത് പറയാ. ഇന്നി ലൻ അദ്ഹബ, ലൻ അദ്ഹബ അവിടെ നമ്മളെ ഇത് വന്നു, ശ്രദ്ധിക്കുക. ഇന്നി തീർച്ചയായും ഞാൻ, ലൻ അദ്ഹബ ഐ വിൽ നോട്ട് ഗോ, ഇലൽ ഹിന്ദി ഫി ഉത്ലത്തി സൈഫ് ഈ വേനലവധിയിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, പിന്നെ ഇന്ത്യയിലേക്ക് പോകുന്നില്ല. ലൻ അദ്ഹബ ഇന്നി ലൻ അദ്ഹബ, അവിടെ ലൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ അതെന്താണ്, ഭാവിയിൽ ഒരു സംഗതി ഇല്ല എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. അതേപോലെ തന്നെ ഫിഅൽ മുദാരിഇന്റെ മുമ്പാണ് വരിക. ആ ഫിഅൽ മുദാരി എന്തായിരിക്കും, മൻസൂബായിരിക്കും. ഈ മൂന്ന് നിയമങ്ങളും അവിടെ വന്നു. ഇന്നി ലൻ അദ്ഹബ ഇലൽ ഹിന്ദി ഫി ഉത്ലത്തി സൈഫി, ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ അദ്ഹബ പോകാൻ വേണ്ടി, ഇല ബഗ്ദാദി ബഗ്ദാദിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലി അസൂറ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഖാലി എൻ്റെ അമ്മാവനെ, അല്ലദീ യഅമലു ഫി സിഫാറത്തിൽ ഹിന്ദി ഹുനാക്ക, ഖാലി എന്ന് പറഞ്ഞ അമ്മാവൻ, അല്ലദീ എങ്ങനെയുള്ളത്, യഅമലു ജോലി ചെയ്യുന്ന, ഫി സിഫാറത്തിൽ ഹിന്ദ് സിഫാറത്ത് എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ? അവിടെ അബുദാബി താമസിക്കുന്നവർ പലരും ഇങ്ങനെ പോകുമ്പോ കണ്ടിട്ടുണ്ടാവും ബോർഡൊക്കെ നോക്കിയാല്, മുറൂർ ഭാഗത്തൊക്കെ. യെസ്, വെരി ഗുഡ്. എംബസിക്കാണ് സിഫാറത്ത് എന്ന് പറയാം. സിഫാറത്തുൽ ഹിന്ദി ഹുനാക്ക അവിടെയുള്ള ഇന്ത്യൻ എംബസിയിലാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യൻ എംബസിയിൽ വർക്ക് ചെയ്യുന്നതായ എൻ്റെ ഖാലിനെ വിസിറ്റ് ചെയ്യാൻ ബഗ്ദാദിലേക്ക് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നതാണ് അവിടെ ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി അത് ഓരോന്നും നമുക്കിനി ഓരോന്നിങ്ങനെ എഴുതി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോ അത് ഇനിയിപ്പോ ഇവിടെ നടക്കുമോ തോന്നുന്നില്ല. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമുക്കിപ്പോ ഉള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്തൊരു സമയത്ത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് വിശദമായിട്ട് എടുക്കാം. അല്ലാഹു ആലം എന്താണെന്ന് അറിയില്ല. ഇന്നലെ കുറച്ചുകൂടെ പണിയൊക്കെ നടക്കണുണ്ടായിരുന്നു ഇനി എന്താ നെറ്റ്വർക്ക് എന്താ പ്രശ്നം അറിയില്ല. ഇൻഷാ അല്ലാഹ് ഏതായാലും അവസാനിപ്പിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.